നമ്മുടെ ഈ സ്വിഫ്റ്റിന്റെ ഫ്രണ്ടിൽ രണ്ട് സസ്പെൻഷനും ജാമാണ്. പൊതുവെ സ്വിഫ്റ്റുകൾ ടൈപ്പ് 1 ആയാലും 2 ആയാലും 3 ആയാലും സ്വിഫ്റ്റുകളൊക്കെ കൂടുതൽ കാലം നിർത്തിയിടുമ്പോൾ അല്ലെങ്കിൽ റാമ്പിൽ നമ്മുടെ സസ്പെൻഷനിൽ കൂടുതൽ ലോഡ് വരാത്ത രീതിയിൽ നിർത്തിയിടുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പണിയാണിത്. വണ്ടിയുടെ സസ്പെൻഷൻ ജാമായി പോകുന്നുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വണ്ടിയിൽ നമ്മൾ ഫ്രണ്ടിൽ എത്ര വെയിറ്റ് കൊടുത്താലും യാതൊരു വിധത്തിലുള്ള ലോഡും അല്ലെങ്കിൽ ആ ഒരു സസ്പെൻഷൻ്റെ ആക്ഷൻ നമുക്ക് കിട്ടില്ല. ഫ്രണ്ടിൽ നമ്മൾ എത്ര ലോഡ് കൊടുത്താലും നിങ്ങൾക്ക് സസ്പെൻഷൻ്റെ ഭാഗം നോക്കിയാൽ കാണാം, ഇത് തീരെ താവുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് റോഡ് കൂടി ഓടിക്കുമ്പോൾ ഹമ്പ് ചാടുക, റിഫ്ലക്ടറൊക്കെ ചാടുമ്പോൾ പോലും അതിൻ്റെ അടി നമുക്ക് നന്നായിട്ട് കിട്ടും. അതിൻ്റെ കാരണം നമ്മുടെ സസ്പെൻഷൻ രണ്ടും ഫുള്ളായിട്ട് ജാമായി കിടക്കുകയാണ് രണ്ട് സൈഡിലും. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ വണ്ടി കൂടുതൽ ഓടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം സസ്പെൻഷനിൽ ലോവർ ആമിലൊക്കെ ഈ ഒരു പ്രശ്നം കയറിയിട്ട് വണ്ടിക്ക് കൂടുതൽ പണി വരും. അതുപോലെ തന്നെ ഇന്റീരിയറിലെ പല പാർട്സും ഈ ഒരു ജെർക്കിങ് കൊണ്ട് കുലുക്കം കൊണ്ട് ഇങ്ങനെ ഇളകിയിട്ട് സൗണ്ട് വരാനൊക്കെ തുടങ്ങും. നമ്മൾ സസ്പെൻഷൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ സൗണ്ട് പോയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത സർവീസ് സെന്ററിൽ വണ്ടി കയറ്റിയിട്ട് രണ്ട് സസ്പെൻഷൻ മാറാൻ എന്ത് റേറ്റ് വരും, അതിൻ്റെ സ്പാർട്സിന് ലേബർ കോസ്റ്റ് ഒക്കെ എത്ര വരുന്നുണ്ട്, അതേപോലെ എത്ര സമയം എടുക്കുന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് നേരെ അടുത്ത സർവീസ് സെന്ററിലേക്ക് പിടിക്കാം. നമുക്കിവിടെ അടുത്ത് വരുന്നത് പൂളടിക്കുന്ന് AM മോട്ടോഴ്സിൻ്റെ സർവീസ് സെൻ്ററാണ് തൊട്ടടുത്ത്. അപ്പോൾ നമ്മളവിടെ കയറി വണ്ടി അഡ്വൈസറെ കാണിച്ച് പുള്ളി വണ്ടി ഓടിച്ചു നോക്കി കാർഡ് ഇട്ടു. നമ്മൾ പറഞ്ഞ കറക്റ്റാണ്, ഫ്രണ്ടിലെ രണ്ട് സസ്പെൻഷനും പോയിട്ടുണ്ട്. സാധാരണ ഈ സ്ട്രട്ട് നമുക്ക് സ്റ്റോക്ക് കിട്ടാത്തതാണ്. കാരണം ലെഫ്റ്റ് സൈഡിൽ ഉള്ളിടത്തിൽ റൈറ്റ് സൈഡിൽ ഉണ്ടാവില്ല, റൈറ്റിലുള്ളടത്ത് ലെഫ്റ്റിലും ഉണ്ടാവില്ല. അതാണ് സ്ട്രട്ടിൻ്റെ അവസ്ഥ. എന്തോ ഭാഗ്യത്തിന് ഇവിടെ രണ്ട് സൈഡിലും സ്റ്റോക്ക് ഉണ്ട്. ഈ സ്ട്രട്ട് മാറ്റുമ്പോൾ ബാക്കിയുള്ള ബ്രാൻഡ് വണ്ടികളൊക്കെ എനിക്ക് തോന്നുന്നത് വീൽ അലൈൻമെൻറ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. കാരണം സ്ട്രട്ട് അയച്ച് ടയറൊക്കെ വരുന്ന സമയത്ത് എന്തായാലും അതിൽ ചെറിയ വ്യത്യാസം വരും. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോൾ മാരുതിൻ്റെ വണ്ടി ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാതാണ് പറഞ്ഞത്. ടയറൊക്കെ മാറ്റി നമ്മൾ ഓടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. ഈ സ്ട്രട്ട് മാറ്റിൽ കുറച്ച് ചടങ്ങ് പരിപാടിയാണ്. നമ്മൾ വണ്ടിയുടെ അണ്ടർ ബോഡിയൊക്കെ നോക്കി എന്തെങ്കിലും റെസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറിയതാണ്. കയറിയപ്പോഴാണ് വേറൊരു പണി കണ്ടത്. പണിയെന്ന് വെച്ചാൽ ഇപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ നല്ലൊരു പണിയായി മാറിയണേ. കാരണം ബാക്കിലെ ഈ ഷോക്ക് കംപ്ലീറ്റ് ഓയിൽ ലീക്കാണ്. ഓയിൽ ലീക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ദാരുണാവസ്ഥയിലായിട്ടുണ്ട് അത്. പക്ഷേ റൈറ്റ് സൈഡിലത് ഓക്കെയാണ്, അതിന് കാലപ്പഴക്കത്തിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, റെസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് ഒരു നോർമൽ സ്ട്രട്ടിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. നോക്കിയോ, ഓ ഇനി നമ്മുടേതിൻ്റെ ആക്ഷൻ കാട്ടിത്തരാം. ശ്രദ്ധിച്ച് നോക്കിയാലേ അത് വർക്ക് ചെയ്യുന്നത് കാണാൻ വരെ പറ്റുള്ളൂ. ഇത് മാറ്റേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ സ്ട്രട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്ട്രട്ട് മാറ്റിലൊക്കെ സസ്പെൻഷൻ്റെ പണിയൊക്കെ സ്ഥിരമാണെന്ന് തോന്നുന്നുണ്ട് സ്വിഫ്റ്റ് വണ്ടിക്ക്. കാരണം അമ്മാതിരി സ്പീഡിലാണ് ഇവർ ഇതിൻ്റെ പണി ചെയ്യുന്നത്. ഇത് ചെയ്ത് എക്സ്പേർട്ട് ആയിട്ടുണ്ട് ഇവർ. അങ്ങനെ നമ്മൾ ആ ഷോക്കിൻ്റെ അസംബ്ലി തിരികെ കയറ്റാണ്. ഇവിടെ വന്ന് ഈ ഫസ്റ്റ് ഫ്രണ്ടിലെ രണ്ട് സ്ട്രട്ട് മാറ്റി എനിക്ക് ഏകദേശം ഇവിടെ വന്നത് തൊട്ട് ഇതുവരെ ഏകദേശം 1 hour ആയിട്ടുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് തന്നെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. ബാക്കിലെ സ്ട്രട്ട് ഊരിയപ്പോഴാണ് അതിൻ്റെ അവസ്ഥ മനസ്സിലായത്. ഇത് ശരിക്കും ഇത് ചത്തിട്ട് എത്രയോ കാലമായി എന്നാണ് തോന്നുന്നത് ഇതൊക്കെ വർക്ക് ചെയ്തിട്ട്. പക്ഷേ എന്താ വെച്ചാൽ ലെഫ്റ്റ് സൈഡ് മാത്രം മാറ്റിയാൽ പോരാ, മാറ്റുമ്പോൾ രണ്ടും മാറ്റണം, ലെഫ്റ്റും റൈറ്റും മാറ്റണം. കാരണം ഇല്ലെങ്കിൽ മറ്റേതിന് പഴക്കമുണ്ട്. ഇനി ലോഡ് വരുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാനോ എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മാറ്റുമ്പോൾ രണ്ടും മാറ്റിയാൽ മാത്രമേ ആ ഒരു കറക്റ്റ് കംഫർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ രണ്ടും മാറ്റണം. അങ്ങനെ അതും മാറി. ഇനി ഇതിൻ്റെ ബില്ലാണ് കാണേണ്ടത്, എന്നാൽ മാത്രമേ നമ്മൾ വന്ന കാര്യം നടക്കുള്ളൂ. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് 4 സസ്പെൻഷൻ്റെതും മാറി കിട്ടിയിട്ടുണ്ട്. അതിനിവിടെ ടോട്ടൽ കോസ്റ്റായിട്ട് വന്നിട്ടുള്ളത് 10,500 രൂപയാണ്. അതിൻ്റെ അകത്ത് 8,930 രൂപ ഇതിൻ്റെ സ്ട്രട്ടും അതിൻ്റെ ബുഷും ഒക്കെയാണ് ചാർജ്. ഫ്രണ്ടിൽ ഒന്നിന് 2,200 രൂപയോളം, ബാക്കിൽ ഒന്നിന് 2,200 സംതിങ്ങുമാണ് വന്നിട്ടുള്ളത്. ബാക്കി ലേബറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ വലിയൊരു കോസ്റ്റില്ല. ബാക്കി ബ്രാൻഡിൻ്റെയൊക്കെ അപേക്ഷിച്ച് ഇത് മാരുതി ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിൽ ചെയ്ത് കിട്ടിയത്. കാരണം വേറെ ഏതെങ്കിലും ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഫോർഡൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ കഥ. അപ്പോൾ വണ്ടി നിങ്ങളുടെ സസ്പെൻഷൻ ഓക്കെ അല്ലെങ്കിൽ ധൈര്യമായിട്ട് പോയി മാറാവുന്നതാണ്. വലിയൊരു കോസ്റ്റൊന്നും വരുന്നില്ല. നമ്മൾ ഓടിച്ചു നോക്കി ആ ഒരു വ്യത്യാസം നമുക്ക് ഓടിക്കുമ്പോൾ മനസ്സിലാവും.